ഖുർആൻ പരമ്പരയിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫുർഖാൻ എന്ന അധ്യായത്തിലെ 27 വാക്യങ്ങളാണ് വിശകലനം ചെയ്തത്. അതിൽ 27ാമത്തെ വാക്യം, അക്രമം ചെയ്തവൻ തൻ്റെ കൈകൾ കടിക്കുന്ന ദിവസം അവൻ പറയും, റസൂലിൻ്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അവിടെ ഉഖ്ബ എന്ന് പറയുന്ന ഒരാൾ മുഹമ്മദിനെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിക്കുകയും മുഹമ്മദ് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ബ്ലാക്ക് മെയിലിംഗ് നടത്തുകയും തന്നെ പ്രവാചകനായിട്ടും അള്ളാഹുവിനെ ദൂതനായിട്ടും പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് ശാഠ്യം പിടിക്കുകയും, അപ്പോൾ ഒരു അതിഥിയെ ഭക്ഷണം കഴിക്കാതെ പിണക്കി അയക്കുന്നത് മര്യാദകേടാണ് എന്ന് ചിന്തിച്ച് അദ്ദേഹം തൽക്കാലം ഷഹാദത്ത് കലിമ ചൊല്ലുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റും അതിനെ കുറ്റപ്പെടുത്തിയപ്പോൾ നേരെ തിരിഞ്ഞ് അവരുടെ ആവശ്യപ്രകാരം മുഹമ്മദിൻ്റെ മുഖത്ത് തുപ്പുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ മുഹമ്മദ് അതിൻ്റെ പേരിൽ അയാളെ എവിടെ വെച്ച് കണ്ടാലും മക്കൾക്ക് പുറത്ത് എന്നെ കണ്ടാൽ ഞാൻ കൊല്ലും, കഴുത്ത് വെട്ടുമെന്ന് പറയുകയും പിന്നീട് ബദറിൽ തടവുകാരനായി പിടിക്കപ്പെട്ടപ്പോൾ ഇയാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ആളെ പിന്നീട് ഉഹുദിലും കൊലപ്പെടുത്തി. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് അതിൻ്റെ പശ്ചാത്തല വിവരണങ്ങളിൽ കാണുന്നത്. ഇനി തുടർന്നുള്ള വാക്യം ഞാൻ വായിക്കാം. ഇതിൻ്റെ തന്നെ തുടർച്ചയാണ്. എൻ്റെ കഷ്ടമേ, ഇന്ന ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എനിക്ക് ബോധനം വന്നു കിട്ടിയതിന് ശേഷം അതിൽ നിന്ന് അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞുവല്ലോ. പിശാച് മനുഷ്യനെ കൈവിട്ട് കളയുന്നവനാകുന്നു. റസൂൽ പറയും, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പരലോകത്ത് പിന്നെ നരകവും ശിക്ഷയൊക്കെ കാണുമ്പോൾ ഈ ചങ്ങാതി ഈ ബദറിൽ വെച്ചിട്ട് കൊല്ലുകയും ഇവിടുന്ന് തന്നെ മുഹമ്മദ് പ്രതികാരം ചെയ്യുകയും ചെയ്ത ആ വ്യക്തിയെ പരലോകത്തും വിടില്ല, അവിടെ നരകവും മറ്റും കണ്ട് അവൻ ഇങ്ങനെ കേഴും എന്നാണ് പറയുന്നത്. ഞാൻ മറ്റേ സുഹൃത്തിൻ്റെ വർത്തമാനം കേട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പോയത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഈ ഗതി വന്നത് എന്നും പറഞ്ഞ് അവൻ അവിടെ കരയും എന്നൊക്കെയാണ് ഈ ഖുർആനിൽ എഴുതി വച്ചിട്ടുള്ളത്. എൻ്റെ കഷ്ടമേ, ഇന്ന ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഈ ഉഖ്ബ അവിടുന്ന് കരയുന്നതാണ്, ഇവിടുന്ന് പരലോകത്തുനിന്ന്. എനിക്ക് ബോധനം വന്നു കിട്ടിയതിന് ശേഷം അതിൽ നിന്ന് അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞല്ലോ. പിശാച് മനുഷ്യനെ കൈവിട്ട് കളയുന്നവനാകുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. പിശാച് മനുഷ്യനെ കൈവിട്ട് കളയല്ല ചെയ്യുന്നത്, പിശാച് മനുഷ്യനെ ഒപ്പം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒപ്പം കൂട്ടിയിട്ട് പിശാചിൻ്റെ മാർഗത്തിൽ മനുഷ്യരെ പിഴപ്പിക്കുന്നു എന്ന് പറയുന്ന കഥയിൽ തന്നെയാണ് ഇവിടെ വാചകം നേരെ തിരിച്ചു പറയുന്നത്. അന്ന് റസൂൽ പറയും, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആ ഖുർആൻ്റെ മെച്ചം കൊണ്ടാണ് ആൾക്കാരെല്ലാം തള്ളിക്കളഞ്ഞത്, അതവിടെ വിളിച്ചു പറയും എന്നാണ്. അപ്രകാരം തന്നെ ഓരോ പ്രവാചകനും കുറ്റവാളികളിൽപ്പെട്ട ചില ശത്രുക്കളെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. മാർഗദർശകനായും സഹായിയായും നിൻ്റെ രക്ഷിതാവ് തന്നെ മതി. അപ്പോൾ പ്രവാചകന്മാർക്കെതിരെ കുറ്റവാളികളിൽപ്പെട്ട ശത്രുക്കളെ നിയോഗിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അബൂലഹബിനെ നിയോഗിച്ചതും പിന്നെ അബൂജഹലിനെ മുഹമ്മദിൻ്റെ ശത്രുവാക്കിയതും ഈ ഉഖ്ബയെ ഇങ്ങനെ വഴിപഴപ്പിച്ചതും എല്ലാം അള്ളാഹു തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഓരോ പ്രവാചകന്മാരെയും പറഞ്ഞയച്ച് മനുഷ്യരെ നേർമാർഗം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അതേ അള്ളാഹു 2 തലയും കത്തിച്ചിട്ട് അപ്പുറത്ത് ഈ പ്രവാചകന്മാരുടെ ഒക്കെ പിന്നാലെ പിശാചുക്കളെയും പറഞ്ഞേക്കാണ്. എന്തിന്? സാധാരണ മനുഷ്യരെ പഴിപ്പിക്കാനല്ല, ഈ പ്രവാചകന്മാരെ തന്നെ പഴിപ്പിക്കാനാണെന്നാണ് പറയുന്നത്. നോക്കൂ, അപ്രകാരം തന്നെ ഓരോ പ്രവാചകനും കുറ്റവാളികളിൽപ്പെട്ട ശത്രുക്കളെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. മാർഗദർശകനായും സഹായിയായും നിൻ്റെ രക്ഷിതാവ് തന്നെ മതി. അപ്പോൾ മക്കയിൽ മുഹമ്മദിനെ എതിർത്തിരുന്ന ആളുകളെല്ലാം അള്ളാഹു മുഹമ്മദിൻ്റെ ശത്രുക്കളായി നിയോഗിച്ചവരാണ് എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സ്വഭാവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ഇങ്ങനെ 2 തലയും കത്തിച്ചിട്ട് അതിൻ്റെ നടുവിൽ പിടിച്ചിട്ട് ഇങ്ങനെ മിന്നുകയാണ്. ഇരട്ട മുഖമാണ് ഇവിടെ, ഇരട്ടത്താപ്പാണ് ഇവിടെ അള്ളാഹു കാണിക്കുന്നത്. ഇയാൾ സ്വയം ഞാൻ കരുണാമയനാണ്, കരുണാനിധിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുമുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം കൂടെ പൊരുത്തപ്പെടുക? ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു സാമാന്യ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ ഈ വിരോധാഭാസങ്ങൾ? ഇത്തരം വിരോധാഭാസങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ വന്നത്?
അതിന് കാരണം മുഹമ്മദിൻ്റെ മനസ്സിലെ ആ സമയത്തുള്ള ഫ്രസ്ട്രേഷൻ അല്ലാതെ മറ്റൊന്നുമല്ല. മുഹമ്മദ് എന്തൊക്കെയാണോ പറയുന്നത് എന്ന് മുഹമ്മദിന് തന്നെ അറിയില്ല. അങ്ങനെ മുഹമ്മദ് പറയുന്ന വിഡ്ഢിത്തങ്ങളും പൂർവീകരുടെ കെട്ടുകഥകളും മുഹമ്മദ് പറയുന്ന കാര്യങ്ങളും ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്തതായതുകൊണ്ട്, യാതൊരു തെളിവുമില്ലാത്തതുകൊണ്ട് മുഹമ്മദിന് എന്തോ കുഴപ്പം പറ്റിയതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ മക്കക്കാർ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്ന് നുരഞ്ഞു പതഞ്ഞ് പുറത്തേക്ക് വരുന്ന വിരോധാഭാസങ്ങളാണ്, ഫ്രസ്ട്രേഷനുകളാണ് ഇതൊക്കെ. വേറെ ഒന്നുമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ വരികളിലും വരികൾക്കിടയിലും വായിച്ചാൽ മനസ്സിലാവും. സത്യനിഷേധികൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഖുർആൻ ഒറ്റത്തവണയായി ഇറക്കപ്പെടാത്തതെന്താണ് എന്ന്. അത് അപ്രകാരം തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നിൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാകുന്നു. ശരിയായ സാവകാശത്തോടെ നാം അത് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ഖുർആനിലെ മണ്ടത്തരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. മുഹമ്മദ് മക്കയിൽ അവകാശപ്പെട്ടിരുന്ന പ്രവാചകത്വവും മുഹമ്മദിൻ്റെ ദൈവീകതയും മുഹമ്മദിൻ്റെ ഖുർആനിൻ്റെ ദൈവീകതയും എല്ലാം സാമാന്യ യുക്തിക്ക് മുമ്പിൽ തകർന്നടിയുന്ന യുക്തിഹീനമായിട്ടുള്ള ഒരു വിരോധാഭാസമാണ് ഈ വാക്യത്തിലുള്ളത്. എന്താ ഇതിനകത്ത് പറയുന്നത്? ഇദ്ദേഹത്തിന് ഖുർആൻ ഒറ്റ തവണയായി ഇറക്കപ്പെടാത്തത് എന്താണ് എന്ന് മക്കയിലെ ആളുകൾ ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഖുർആനിൽ പലതവണ ആവർത്തിക്കുന്നുണ്ട്. ഇതിന് പറയുന്ന മറുപടി നോക്കൂ. മറുപടി ഇങ്ങനെയാണ്: അത് അപ്രകാരം തന്നെയാണ് വേണ്ടത്. എപ്രകാരം? അതിന് ബ്രാക്കറ്റിലിട്ടിട്ട് ഇവർ അർത്ഥം കൊടുത്തിരിക്കുന്നു, ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചത് പ്രകാരം. യഥാർത്ഥത്തിൽ അപ്രകാരം എന്ന് ആദ്യം പറഞ്ഞ വാചകവുമായിട്ട് ചേർത്ത് പറയുകയാണെങ്കിൽ അവരാവശ്യപ്പെട്ടത് പ്രകാരമാണ് വേണ്ടത് എന്നാണ് അർത്ഥം വരിക. അത് പക്ഷേ ഇങ്ങനെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. എന്തുകൊണ്ട്? അതുകൊണ്ട് നിൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാകുന്നു. ശരിയായ സാവകാശത്തോടെ നാം അത് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്ത് അർത്ഥമാണ് ഇതിനുള്ളത്? ഇതിനെക്കുറിച്ച് ഇബ്നു കസീർ എഴുതിയിട്ടുള്ള ഒരു വാചകം കൂടി ഇതിനോട് ചേർത്ത് വായിക്കാം. ആസ് ദ ഡിസ്ബിലീവേഴ്സ് ഓഫ് മക്ക considered this objection to be very strong, they repeated it over and over again. The Quran also has cited it with its answer at several places. മക്കയിലെ ഖുറൈശികൾ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി ഉന്നയിച്ചിരുന്ന ഒരു വാദമാണ് ഇത്, ആവർത്തിച്ച് ഉന്നയിച്ചിരുന്ന ഒരു വാദമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് ഖുർആനിൽ പലയിടത്തായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇബ്നു കസീർ തന്നെ പറയുന്നത്. ഇത് ആത്മവിശ്വാസത്തോടെ ആവർത്തിച്ച് അവർ പറയാൻ എന്താണ് കാരണം? നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. ഇത് പറയാൻ കാരണം മുഹമ്മദ് തന്നെ അവരോട് പറഞ്ഞ പൂർവീകരുടെ കെട്ടുകഥ. ആ പൂർവീകരുടെ കെട്ടുകഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥയായിട്ട് പറഞ്ഞത് മൂസയുടെ കഥയാണ്. മൂസയ്ക്ക് എങ്ങനെയാണ് അള്ളാഹു കിതാബ് കൊടുത്തത്? മൂസയ്ക്ക് കിതാബ് കൊടുത്തതിനെക്കുറിച്ച് ഖുർആനിൽ പറയുന്നത് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് മൂസായ്ക്ക് നാം തൗറാത്ത് നൽകി എന്നാണ്. ആ നൽകിയത് എങ്ങനെ എന്നുള്ളത് ഹദീസുകളിലും ചരിത്രത്തിലും ബൈബിളിലുമൊക്കെ നമുക്ക് വായിക്കാം. അള്ളാഹു നേരിട്ട് ഒരു മരുഭൂമിയിൽ ഒരു കുന്നിൻ്റെ മുകളിൽ ഇറങ്ങി വന്നിട്ട് മൂസായ്ക്ക് ഒരു പുസ്തകം നേരെ അങ്ങോട്ട് കൊടുക്കുക ചെയ്തത്. പുസ്തകമാണോ എന്ന് ചോദിച്ചാൽ അത് അന്നത്തെ ടെക്നോളജി അനുസരിച്ച് പുസ്തകങ്ങളൊക്കെ കല്ലിലും കളിമൺ ഫലകങ്ങളിലും ഒക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ മൂസാ നബിക്ക് ഒരു പുസ്തകം ഒറ്റ പുസ്തകമായിട്ട് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ട് അള്ളാഹു നേരിട്ട് കൊണ്ടു കൊടുത്തു എന്ന കഥയാണ് മുഹമ്മദ് മക്കക്കാരോട് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് തനിക്ക് അങ്ങനെ ഒരു പുസ്തകം ഒറ്റ പുസ്തകമായിട്ട് അള്ളാഹു നേരിട്ടോ അല്ലെങ്കിൽ ജിബ്രീലോ കൊണ്ടുവന്ന് തരുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾ ജിബ്രീലിനെ കാണുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ല എന്ന് ചോദിച്ചതിൻ്റെ കൂടെ തന്നെ ഏറ്റവും യുക്തിസഹവും ഏറ്റവും ന്യായയുക്തവുമായിട്ടുള്ള മുഹമ്മദിനെ വെള്ളം കുടിപ്പിക്കാവുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു സംശയമാണ് അവർ ഉന്നയിച്ചത്. എന്തേ മൂസാക്ക് കൊടുത്തതുപോലെ ഒരു പുസ്തകം ഒറ്റ പുസ്തകമായിട്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് തനിക്ക് തരുന്നില്ല? ഇതിന് മുഹമ്മദ് പറയുന്ന മറുപടിയുടെ യുക്തി കൂടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. എന്താ മുഹമ്മദ് പറയുന്ന യുക്തി? നിൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാകുന്നു. ശരിയായ സാവകാശത്തോടെ അത് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.
എന്ന് വെച്ചാൽ ഒരു പുസ്തകമായിട്ട് മുഹമ്മദിൻ്റെ കയ്യിൽ കൊടുത്താൽ മുഹമ്മദിന് ആ പുസ്തകത്തിലുള്ളതൊന്നും വായിച്ച് മനസ്സിലാക്കിയിട്ട് വിശദീകരിച്ച് കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല മുഹമ്മദിന് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സന്ദർഭത്തിൽ ഓരോ വാചകം പറഞ്ഞു കൊടുത്താലല്ലാതെ മുഹമ്മദിന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് മുഹമ്മദിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 23 കൊല്ലം കൊണ്ട് മുഹമ്മദിൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ ആയത്തുകൾ ഇറക്കി എന്ന വാദമാണ് മുഹമ്മദ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു വാദം ഉന്നയിക്കുകയല്ലാതെ നിവൃത്തിയില്ല. കാരണം മുഹമ്മദ് ഒരു പുസ്തകം ഇറക്കുകയോ അല്ലെങ്കിൽ ഒരു വെളിപാട് ഗ്രന്ഥം ഇറക്കുകയോ ഒന്നുമല്ല ചെയ്തത്. മുഹമ്മദ് 23 കൊല്ലക്കാലത്തെ മുഹമ്മദിൻ്റെ ജീവിതത്തിൽ മുഹമ്മദിൻ്റെ മുന്നിൽ വന്ന് പെട്ടിട്ടുള്ള ഓരോ പ്രശ്നങ്ങളോടും അപ്പോൾ മുഹമ്മദിന് വായിൽ തോന്നിയതുപോലെ പ്രതികരിച്ച് അതെല്ലാം അങ്ങനെ വാരിക്കൂട്ടി ഒരു പുസ്തകമാക്കിയതാണ് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം. അതിന് ഒരു വേദഗ്രന്ഥമായിരിക്കാനുള്ള ഒരു ദൈവം ഒരു മനുഷ്യകുലത്തിന് മാർഗദർശനം എന്ന നിലയ്ക്ക് ഒരു വേദഗ്രന്ഥമാക്കി ഇറക്കിക്കൊടുത്തു എന്ന് അവകാശപ്പെടാനുള്ള 1% പോലും യോഗ്യത ഈ പുസ്തകത്തിനില്ല. ആ പുസ്തകത്തിൻ്റെ കോലം കണ്ടാൽ നമുക്കത് മനസ്സിലാവും. നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്ത ക്ലാസ്സുകളിലെല്ലാം നമ്മൾ എന്താ കണ്ടത്? മക്കാരെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ആ വിളിച്ച് പറയുന്നതിന് മക്കാരെ തിരിച്ച് തെറി വിളിക്കുന്നു, അവരെ തന്തക്ക് വിളിക്കുന്നു, അവരെങ്ങനെ കുറ്റം പറയുന്നു, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ ഇങ്ങനെ പായ്യാരം പറഞ്ഞുകൊണ്ട് നടക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരോട് ഒരേ കെട്ടുകഥകൾ ഇങ്ങനെ കാക്കത്തൊള്ളായിരം വട്ടം ആവർത്തിക്കുന്നു എന്നല്ലാതെ ഇതിനകത്ത് ഒരു ദൈവം കൊടുത്തയച്ച വേദഗ്രന്ഥം എന്നൊക്കെ അവകാശപ്പെടാവുന്ന എന്തെങ്കിലും ക്വാളിറ്റി ഈ പുസ്തകത്തിനുണ്ടോ? ഇല്ല. ഇനി ഈ പറയുന്ന ന്യായം ശരിയാണോ? അങ്ങനെ മുഹമ്മദിന് ഒരു പുസ്തകമായിട്ട് കൊടുത്തയച്ചാൽ മുഹമ്മദിന് അത് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഒരു പുസ്തകം കൊടുത്തയച്ചാൽ അത് വായിച്ചിട്ട് കാര്യം മനസ്സിലാവാത്ത ആളെ എന്തിനാണ് ഈ അള്ളാഹു പ്രവാചകനാക്കാൻ പോയത്? കുറച്ചും കൂടെ അന്തം കുന്തമുള്ള ഒരാളെ പ്രവാചകനാക്കിയ പോരെ? ഒരു പുസ്തകം വായിച്ച് കാര്യം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളെ എന്തിനാണ് ദൈവം പുസ്തകം കൊണ്ട് ഇത് പ്രവാചകനായിട്ട് അയക്കാൻ ആളെ തീരുമാനിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരാളെ പ്രവാചകനാക്കല്ലേ വേണ്ടത്? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ പറയുന്ന ന്യായത്തിന് യാതൊരു അർത്ഥവുമില്ല. കാരണം ഒരു പുസ്തകമായിട്ട് എങ്ങനെയാണോ മൂസാ നബിക്ക് പുസ്തകം കൊടുത്തത്, മൂസാ നബിക്ക് ഒരു പുസ്തകം കൊടുത്തതിന് ശേഷം മൂസാ നബി ആ പുസ്തകത്തിലുള്ള കൽപ്പനകൾ, ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ മൂസാ നബിയോടൊപ്പമുള്ള ജനതയുടെ കൂടെ ജീവിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിശദീകരിച്ചു കൊടുക്കുകയും മൂസാ നബി സ്വന്തം ജീവിതത്തിലൂടെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയുമാണ് ചെയ്തത്. ഇതേ പണി ഇവിടെയും ചെയ്തുകൂടെ? മുഹമ്മദിനൊരു പുസ്തകം കൊണ്ട് ഇറക്കി കൊടുക്കുന്നു. ആ പുസ്തകത്തിൽ ഇപ്പോൾ ഈ 6000 ചില്ലാനം വാക്യങ്ങളൊന്നും ആ പുസ്തകത്തിൽ ആവശ്യമില്ല. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യരെ ദൈവത്തിന് അറിയിക്കാനുള്ളത് എങ്കിൽ ഇതൊരു 10-100 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമായിട്ട് കൊടുത്തയച്ചാൽ മതി. ആ ചെറിയ പുസ്തകത്തെ ഈ ആവർത്തനങ്ങൾ മുഴുവൻ ഒഴിവാക്കിയിട്ട് അനാവശ്യമായിട്ടുള്ള പായ്യാരം പറച്ചിലും ചീത്ത പറച്ചിലും തന്തക്ക് വിളിയൊക്കെ ഒഴിവാക്കിയിട്ട് എന്താണോ ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ളത് ആ കാര്യങ്ങൾ ഒന്ന് ക്രമപ്പെടുത്തിയിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി അതൊരു 10-100 വാക്യങ്ങളിൽ ഒതുക്കിയിട്ട് ആർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ലളിതമായിട്ട് ക്രമപ്പെടുത്തി ഒരു പുസ്തകത്തിലാക്കി എഴുതിയിട്ട് അത് മുഹമ്മദിൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്താൽ പോരെ? എന്നിട്ട് മുഹമ്മദിന് അത് വായിച്ചാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പോൾ ജിബ്രീൽ വന്ന് വായിച്ചു കൊടുത്താൽ പോരെ? ഓരോ സന്ദർഭം വരുമ്പോൾ ജിബ്രീൽ വരുന്നു, ജിബ്രീൽ ഇന്ന ആയത്ത് നോക്ക് എന്ന് പറയുന്നു, ആ ജിബ്രീൽ ആയത്ത് നോക്കിയിട്ട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു, വിശദീകരിച്ച് കൊടുക്കുന്നു, അങ്ങനെ മുഹമ്മദ് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഏതായാലും ഈ ജിബ്രീൽ 23 കൊല്ലം മുഹമ്മദിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. സൗദാക്ക് തൂറാൻ മുട്ടുമ്പോൾ വരെ ആയത്ത് കൊണ്ടുവരാൻ ജിബ്രീൽ ആകാശത്തേക്ക് ഓടിയിരുന്നു എന്നാണ് ഹദീസിലും കഥയിലൊക്കെ പറയുന്നത്. അങ്ങനെ ഭാര്യമാർക്ക് തൂറാൻ മുട്ടുമ്പോഴും ഭാര്യമാരെ വഴക്കുണ്ടാക്കുമ്പോഴും ഒക്കെ ആയത്തിറക്കാൻ ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന ജിബ്രീൽ ഏതായാലും മുഹമ്മദിൻ്റെ പിന്നാലെ ഉണ്ട് കാര്യസ്ഥനായിട്ട്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ഈ ഖുർആൻ വായിച്ചിട്ട് മുഹമ്മദിന് മനസ്സിലാവുന്നില്ലെങ്കിൽ ജിബ്രീൽ അങ്ങോട്ട് വായിച്ച് വിശദീകരിച്ച് കൊടുത്താൽ പോരെ? ഇനി അതും വേണ്ട, മുഹമ്മദിന് ഈ പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിലും മുഹമ്മദിന് ഇതേമാതിരി മുഹമ്മദിൻ്റെ ജീവിത സന്ദർഭങ്ങൾ വരുമ്പോൾ ആ സന്ദർഭത്തിൽ എന്താണ് താൻ വിധിക്കേണ്ടത് എന്ന് മുഹമ്മദ് ഈ ഖുർആനിൽ നോക്കിയിട്ട് അത് ക്രമപ്രകാരം വിഷയാനുബന്ധമായിട്ടൊക്കെയാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ പെട്ടെന്ന് റെഫർ ചെയ്തിട്ട് മുഹമ്മദിന് പറയാം, നിങ്ങൾ ഈ പ്രശ്നത്തിന് ഇന്നതാണ് പരിഹാരം, ഇതാ അള്ളാൻ്റെ കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് മുഹമ്മദിനെ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്താൽ പോരെ? അങ്ങനെ 23 കൊല്ലം കൊണ്ട് മുഹമ്മദിനെ ഈ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അന്നത്തെ ആളുകളോട് വിശദീകരിച്ചാൽ പോരെ? അപ്പോൾ പ്രശ്നം തീർന്നില്ല. ഈ പറയുന്ന ന്യായം ഒരു തരത്തിലും ഒരു യുക്തിക്കും നിരക്കുന്ന ന്യായമല്ല. കാരണം മുഹമ്മദിന് മനസ്സിലാവില്ലെങ്കിൽ മുഹമ്മദിന് മനസ്സിലാവുന്ന രീതിയിൽ പുസ്തകം എഴുതി കൊടുത്തയക്കാം. അതല്ലെങ്കിൽ മുഹമ്മദിനേക്കാൾ കുറച്ച് അന്തം കുന്തമുള്ള ഒരാളെ പ്രവാചകനായിട്ട് അയക്കാം. അതുമല്ലെങ്കിൽ മുഹമ്മദിന് ഈ ജിബ്രീൽ ഓരോ സന്ദർഭം വരുമ്പോൾ ഏതായത്താണോ വേണ്ടത് ചില ആയത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഇന്ന രൂപത്തിൽ വിശദീകരിച്ചാളാ എന്ന് പറഞ്ഞു കൊടുക്കാം.
അതല്ലെങ്കിൽ മുഹമ്മദിന് കിതാബ് ഒന്നിച്ച് കിട്ടി, തൽക്കാലം ഒന്നിച്ച് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഓരോ സന്ദർഭം വരുമ്പോൾ മുഹമ്മദ് ആ സന്ദർഭത്തിനനുസരിച്ച് ഏതാണ് ഇതിൽ ആയത്തെന്ന് നോക്കിയിട്ട് അന്നേരം പറഞ്ഞു കൊടുത്താൽ പോരെ. അങ്ങനെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇനി അതുമാത്രമല്ല, ഈ ഒരു പറയുന്ന ന്യായം എത്രമാത്രം യുക്തിഹീനമാണ് എന്നതിന് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നമുക്കൊക്കെ ഈ പുസ്തകം എങ്ങനെ കിട്ടിയത്? മുഹമ്മദ് മരിച്ചതിന് ശേഷമുള്ള 1400 കൊല്ലമായിട്ട് ഈ ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യർക്ക് ഖുർആൻ എങ്ങനെ കിട്ടിയത്? അവരുടെ ജീവിതത്തിൻ്റെ സന്ദർഭം അനുസരിച്ച് ഇങ്ങനെ ജിബ്രീൽ ഓരോരുത്തർക്കും വന്ന് ഓതി കൊടുത്തതാണോ? അല്ല. നമുക്ക് ഈ കിതാബുണ്ട്. ആ കിതാബ് നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലാവണില്ല. നമുക്കൊന്നും മനസ്സിലാവാത്തതിന് നമ്മളെന്താ ചെയ്യുന്നത്? ആ കിതാബിന് എങ്ങനെയാണോ മുഹമ്മദ് വിശദീകരിച്ചത് എന്ന് അന്വേഷിച്ച് നമ്മൾ ഹദീസുകളും തഫ്സീറുകളും തപ്പിയിട്ട് പോകുന്നു. അങ്ങനെ തപ്പിയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്ത എത്രയോ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പണ്ഡിതന്മാർ ഇപ്പോഴും പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ് ഒരു കൂട്ടർ, അതല്ല മറ്റേതാണെന്ന് വേറൊരു കൂട്ടർ. അങ്ങനെ ഓരോ ആയത്തിനും 10ഉം 15ഉം വ്യാഖ്യാനങ്ങളുമായിട്ട് പണ്ഡിതന്മാർ തർക്കിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ മുഹമ്മദിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഘട്ടം ഘട്ടമായി ഇറക്കിയ ഒരു പുസ്തകത്തിൻ്റെ ചേലും കോലമാണത്. നേരെ മറിച്ച് ഒരു ദൈവം, ആ ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ക്രമമായിട്ട് വിഷയാനുബന്ധിതമായിട്ട് ഇങ്ങനെ എഴുതി വളരെ ലളിതമായിട്ട് കുറഞ്ഞ വാചകങ്ങളിൽ ആവർത്തനമൊന്നും ഇല്ലാതെ ഇങ്ങനെ എഴുതിയിട്ട് ഒരു പുസ്തകം ഇങ്ങോട്ട് കൊടുത്തയച്ചിരുന്നെങ്കിൽ ഒരു വ്യാഖ്യാനവും തഫ്സീറും ഹദീസും ഇല്ലാതെ നമുക്കും കൂടി അത് മനസ്സിലാവുമായിരുന്നു. അങ്ങനെ മനസ്സിലാവില്ലെങ്കിൽ അപ്പോൾ മുഹമ്മദ് നബി എങ്ങനെയാണോ അതിനെ ജിബ്രീലിൻ്റെ സഹായത്താൽ വിശദീകരിച്ചത് എന്ന് നമുക്ക് വേറെ കിതാബ് നോക്കിയാൽ മതി. അപ്പോഴും നമുക്ക് ഇന്നത്തെ ഈ കിതാബിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു കിതാബ് കൊടുത്തയച്ചതിന് ഇവിടെ ഈ പറയുന്ന ന്യായം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കും മനസ്സിലാവുന്നില്ല, ലോകത്താർക്കും മനസ്സിലാവുന്നില്ല, മുഹമ്മദിനും മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ ഒരു കിതാബാണ് ഇങ്ങനെ വന്നപ്പോൾ ഉണ്ടായത്. നേരെ മറിച്ച് മൂസാ നബിക്ക് കൊടുത്തയച്ചു എന്ന് മുഹമ്മദ് തന്നെ മക്കക്കാരോട് പറഞ്ഞ രീതിയിൽ മക്കക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച്, മക്കക്കാർ ചോദിച്ചതനുസരിച്ച് അള്ളാഹു ഒരു കിതാബ് നേരത്തെ ഇറക്കി കൊടുക്കുകയും ആ കിതാബിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മുഹമ്മദിൻ്റെ ജീവിതഘട്ടങ്ങളിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മുഹമ്മദ് അത് നോക്കി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തല്ലിപ്പൊളി മതമായിട്ട് ഈ മതം മാറുമായിരുന്നോ? ഇങ്ങനെ ഒരു തല്ലിപ്പൊളി കിതാബായിട്ട് ഈ കിതാബ് മാറുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഇവിടെ ആർക്കാണ് പഴച്ചത്? ഇവിടെ അള്ളാഹുവിനാണ് പഴച്ചത്, മുഹമ്മദിനല്ല പഴച്ചത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന് പഴച്ചത്? കാരണം അള്ളാഹു പറഞ്ഞയച്ച ദൂതനല്ല മുഹമ്മദ്. മുഹമ്മദ് അവകാശപ്പെട്ടതുപോലെ ഇത് ദൈവത്തിൽ നിന്ന് വെളിപാടായി വന്ന ഒരു പുസ്തകമല്ല. മുഹമ്മദിന് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾ ഈ ജീവിത സന്ദർഭം മാറുന്നതിനനുസരിച്ച് പരസ്പര വിരുദ്ധമായ ആശയങ്ങളാണ്. അങ്ങനെ പരസ്പര വിരുദ്ധമായി മുഹമ്മദ് പലപ്പോഴായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള, മുഹമ്മദിന് വായിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ ഒന്നും തന്നെ ഇതിനകത്തില്ല. ഒരു ദൈവത്തിൻ്റെ വാചകമെന്ന് കരുതാൻ നിലവാരമുള്ള ഒരു വാചകം പോലും ഈ ഖുർആനിലില്ല. ഒരു ദൈവത്തിന് തൻ്റെ സൃഷ്ടികളുടെ മുമ്പിൽ ഇങ്ങനെ 24 മണിക്കൂറും പായ്യാരം പറഞ്ഞ് നടക്കേണ്ട ഗതികേടുണ്ടാവുമോ? ഒരു ദൈവത്തിന് തൻ്റെ സൃഷ്ടികളെ പിന്നാലെ നടന്നിട്ട് തന്തയില്ലാത്തവനെ, കന്നുകാലി, മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് ചീത്തയും വിളിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ദൈവത്തിന് തൻ്റെ സൃഷ്ടികൾ താനിതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് ഒരു കിതാബ് കൊടുത്ത് ഇങ്ങനെ വിശദീകരിച്ചു അത് അംഗീകരിക്കുന്നില്ലേ, എന്തൊരു കഷ്ടമാണേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് 1,900 വട്ടം ഒരു പുസ്തകത്തിൽ ആവർത്തിച്ചിട്ട് അത് ദൈവത്തിൻ്റെ വേദഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് തൻ്റെ സൃഷ്ടികളിലെ മുമ്പിലേക്ക് കൊടുത്തേക്കാൻ മാത്രം എന്താ പറയുക, വിവേകമില്ലാത്ത ഒരാളാണോ ഈ ദൈവം എന്ന് പറയുന്ന ആൾ? അപ്പോൾ ഇത് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നതിൻ്റെ കൃത്യമായ തെളിവാണിത്. അന്ന് മക്കക്കാരായ ആളുകൾ നമ്മളെക്കാൾ ബുദ്ധിയും വിവേകമുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർ ഈ ചോദിച്ച ചോദ്യം വളരെ ന്യായമാണ്. അതിന് മറുപടി ആയിട്ട് മുഹമ്മദ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം, അള്ളാഹുവിൻ്റെ പേരിൽ ആയത്തിറക്കി മുഹമ്മദ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം ശുദ്ധ അസംബന്ധമാണ്, അർത്ഥശൂന്യമാണ്, അങ്ങേയറ്റം ബാലിശമാണ്, പരിഹാസ്യമാണ്. അതാണ് ഈ ഒരു വാക്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി അത് കഴിഞ്ഞ് അവർ ഏതൊരു പ്രശ്നവും കൊണ്ട് നിൻ്റെ അടുത്ത് വരികയാണെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യവും ഏറ്റവും നല്ല വിവരണവും നിനക്ക് നാം കൊണ്ടുവന്ന് തരാതിരിക്കില്ല. അപ്പോൾ അവരെന്തെങ്കിലും ഒരു പ്രശ്നവും കൊണ്ട് നിൻ്റെ അടുത്ത് വന്നിട്ട് നിന്നെ ഇങ്ങനെ ഉത്തരം മുട്ടിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ എനിക്ക് അതിനൊരു മറുപടി കൊണ്ട് തരും എന്നാണ് ഇവിടെ പറഞ്ഞത്. കൊണ്ടുതന്ന മറുപടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്. നേരെ മറിച്ച് ഇത് ഇങ്ങനെയൊന്നും മറുപടി പറയേണ്ട ഒരാവശ്യം വരുമായിരുന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളും വിശദമായും ലളിതമായും എഴുതി വെച്ച ഒരു പുസ്തകം മുഹമ്മദ് ആദ്യമേ കൊണ്ടുവന്നിരുന്നെങ്കിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മക്കൾക്കാർക്ക് അതിൽ സംശയിക്കാൻ പോലും ഒരു ഇട ഉണ്ടാകുമായിരുന്നില്ല. ആരും സംശയിക്കാനേ പോവില്ല.
കാരണം അത്രയും ക്ലിയറാവും കാര്യങ്ങൾ. ഒരു പുസ്തകം മുഹമ്മദ് നിരക്ഷരനാണെന്ന് പറയുന്നു, നിരക്ഷരനായെങ്കിലും അല്ലെങ്കിലും മുഹമ്മദിന് ഒരു പുസ്തകം നേരിട്ട് കിട്ടിയെങ്കിൽ ആ പുസ്തകം തന്നെ മതിയാവും ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട്. ആ പുസ്തകം ഇനി കടലാസിൽ എഴുതിയാലും ശരി, കല്ലുമ്മൽ എഴുതിയാലും ശരി, തോലുമ്മൽ എഴുതിയാലും ശരി, താളിയോല ഗ്രന്ഥമായാലും ചുരുളായാലും ശരി, അന്ന് ഒരു പുസ്തകം മുഹമ്മദ് എല്ലാം കൂടെ എഴുതിയിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് നീ എഴുതിണ്ടാക്കിയതാണെന്ന് ഒന്നും പറയുമായിരുന്നില്ല. കാരണം അത്രയും ക്ലിയറായിട്ട് ആളുകൾക്ക് മനസ്സിലാവുമായിരുന്നു. കാരണം അതിനകത്ത് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടല്ലേ ഈ വർത്തമാനമൊക്കെ പറയേണ്ടത് എന്ന അവരുടെ ചോദ്യം തികച്ചും ന്യായമായിരുന്നു. അതിനുള്ള മറുപടി അങ്ങേയറ്റം ബാലിശമാണ്, പരിഹാസ്യമാണ്, സഹതാപം തോന്നുന്ന തരത്തിൽ പരിഹാസ്യമായിട്ടുള്ള വാക്യമാണ് അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിനക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും നിനക്ക് സന്ദർഭത്തിനനുസരിച്ച് വിവരിച്ചു തരാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇറക്കിയത്. അപ്പോൾ മൂസാ നബിക്ക് കിതാബ് ഇറക്കി കൊടുത്തുകൊണ്ട് മൂസാ നബീൻ്റെ ആൾക്കാർക്കും മൂസാ നബിക്കും ഈ ഗതികേടുണ്ടായോ? ഇതിൽ പറയുന്നത് പോലെ ഒരു ഗതികേടും ഉണ്ടായിട്ടില്ലല്ലോ. അവരുടെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? അതേപോലെ തന്നെയല്ലേ മുഹമ്മദിൻ്റെ കാര്യത്തിലും. മുഹമ്മദിന് ഒരു കിതാബ് കൊടുത്തയച്ചിരുന്നെങ്കിലും മുഹമ്മദിന് അത് വിശദീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ മുഹമ്മദിന് അങ്ങനെ ഒരു കിതാബ് കൊണ്ടുവരാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് മുഹമ്മദ് പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമായിട്ടാണ് ഖുർആനിലെ ഇത്തരം പരിഹാസ്യമായ മറുപടികൾ മക്കക്കാരുടെ മുമ്പിൽ മാറിക്കൊണ്ടിരുന്നത്. മുഖങ്ങൾ നിലത്ത് കുത്തിയ നിലയിൽ നരകത്തിലേക്ക് തെളിച്ചു കൂട്ടപ്പെടുന്നവരാരോ അവരാണ് ഏറ്റവും മോശമായ സ്ഥാനത്ത് നിൽക്കുന്നവരും ഏറ്റവും വഴിപിഴച്ചു പോയവരും. ഇനി ദേഷ്യം തീർക്കുകയാണ്, ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ്, അവരെക്കുറിച്ച് നരകം പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങേയറ്റം മാരകമായിട്ടുള്ള ഭീഷണി മുഴക്കുകയാണ്. മൂസായ്ക്ക് നാം വേദഗ്രന്ഥം നൽകുകയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനെ അദ്ദേഹത്തോടൊപ്പം നാം സഹായിയായി നിശ്ചയിക്കുകയും ചെയ്തു. അതല്ലേ അവരും പറഞ്ഞത്? മൂസായ്ക്ക് ഗ്രന്ഥം നൽകി. എന്തേ മുഹമ്മദിന് ഗ്രന്ഥം നൽകാതിരുന്നത്? മുഹമ്മദിന് ഓരോ സന്ദർഭത്തിൽ ഇങ്ങനെ ആയത്തിറക്കി കൊടുക്കുകയാണല്ലോ ചെയ്തത്. അങ്ങനെയല്ലല്ലോ, മൂസായ്ക്ക് കൊടുത്ത ഗ്രന്ഥം കൊടുക്കുകയല്ലേ ചെയ്ത്. അതല്ലേ അവർ ചോദിച്ചത്. എന്നിട്ട് പിന്നെ മൂസായ്ക്ക് സ്വന്തമായിട്ട് വിശദീകരിക്കാൻ കഴിയാത്തതിന് മൂസായ്ക്ക് സഹായത്തിനായിട്ട് ഹാറൂനെയും നിയമിച്ചു എന്നാണ് പറയുന്നത്. ഖുറാനിലെ കഥയനുസരിച്ച് മൂസായ്ക്ക് വർത്താനം പറയാൻ വയ്യായിരുന്നു. മൂസയ്ക്ക് എന്തോ വിക്കുണ്ടായിരുന്നു, കൊഞ്ഞപ്പട ഉണ്ടായിരുന്നു. അപ്പോൾ വിക്കുള്ളത് കൊണ്ട് വർത്താനം പറയാൻ ഒരു അസിസ്റ്റൻ്റായിട്ട് ഹാറൂനെ നിയോഗിച്ചു കൊടുത്തു എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ വർത്തമാനം പറയാനൊക്കെ കഴിവുള്ള, എല്ലാ കഴിവുള്ള, സാമാന്യമായ ബുദ്ധിയുള്ള, അക്ഷരാഭ്യാസമുള്ള, കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന എത്രയോ ആൾക്കാർ ലോകത്ത് എല്ലാ കാലത്തും ജീവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്താൽ പോരെ? എന്തിനാണ് ഈ വിക്കുള്ള ആളൊക്കെ തിരഞ്ഞെടുത്തിട്ട് പിന്നെ അസിസ്റ്റൻ്റായിട്ട് വേറൊരാൾ വെക്കുന്നത്? ഇപ്പോൾ ഈ ക്രിക്കറ്റിലൊക്കെ ഉണ്ട്, ബാറ്റ്സ്മാൻ കാല് വിളിക്കാൽ ഒരു റണ്ണറെ വെച്ച് ഓടിക്കും. അതേമാതിരിയുള്ള കലാപരിപാടിയൊക്കെ എന്തിനാണ് ഒരു ദൈവം ദൂതന്മാരെ അയക്കുമ്പോൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ട് നാം പറഞ്ഞു, ഇത് മൂസായുടെ കാര്യം പറഞ്ഞിട്ട് പറയുന്നത്, എന്നിട്ട് നാം പറഞ്ഞു, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞ ജനതയുടെ അടുത്തേക്ക് നിങ്ങൾ പോകുക. തുടർന്ന് നാം ആ ജനതയെ പാടെ തകർത്ത് കളഞ്ഞു. ഇതാണ് പൂർവികരുടെ കെട്ടുകഥ. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇനി കെട്ടുകഥയുടെ മാലപ്പടക്കം അങ്ങോട്ട് പൊട്ടിക്കാൻ തുടങ്ങുകയാണ്. നൂഹിൻ്റെ ജനതയെയും നശിപ്പിച്ചു. അവർ ദൂതന്മാരെ നിഷേധിച്ചു കളഞ്ഞപ്പോൾ നാം അവരെ മുക്കി നശിപ്പിച്ചു. അവരെ നാം മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷ നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ആദ് സമുദായത്തെയും സമൂത് സമുദായത്തെയും റസ്സുകാരെയും അതിനിടയിലായി അനേകം തലമുറകളെയും നാം നശിപ്പിച്ചു. എല്ലാവർക്കും നാം ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുത്തു. എല്ലാവരെയും നാം നിശേഷം നശിപ്പിച്ചു കളയുകയും ചെയ്തു. ആ ചീത്ത മഴ വർഷിക്കപ്പെട്ട നാട്ടിലൂടെ ഇവർ കടന്നു വന്നിട്ടുണ്ടോ? അപ്പോൾ അവരത് കണ്ടിരുന്നില്ലേ? അല്ല, അവർ ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിക്കാത്തവരാകുന്നു. നിന്നെ അവർ കാണുമ്പോൾ നിന്നെ ഒരു പരിഹാസപാത്രമാക്കിക്കൊണ്ട് അള്ളാഹു ദൂതനായി നിയോഗിച്ചിരിക്കുന്നത് ഇവനെയാണോ എന്ന് ചോദിക്കുക മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. എങ്ങനെ ചോദിക്കാതിരിക്കും? ഇതൊക്കെയല്ലേ മറുപടി പറയുന്നത്. ഒരു സാമാന്യ യുക്തിയുള്ള ഒരു മനുഷ്യൻ പോലും ഇതിനേക്കാളും യുക്തിസഹമായിട്ടുള്ള മറുപടികൾ പറയും. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതുപോലും പറയാൻ കഴിയാതെ വെള്ളം കുടിച്ച് ബബ്ബ അടിക്കുന്നതാണ് അവർ കണ്ടത്. പിന്നെ അവർ കളിയാക്കാണ്ടിരിക്കും. ഈ ചങ്ങാതിയാണോ പ്രവാചകൻ, ഈ ചങ്ങാതിയാണോ ദൂതൻ എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കിയതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ നാം ക്ഷമയോടെ ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ അവയിൽ നിന്ന് ഇവൻ നമ്മെ തെറ്റിച്ചു കളയാൻ ഇടയാക്കുമായിരുന്നു. ശിക്ഷ നേരിൽ കാണുന്ന സമയത്ത് അവർക്കറിയുമാറാകും ആരാണ് ഏറ്റവും വഴിപിഴച്ചവൻ എന്ന്. ഇത് പകുതി അവർ പറഞ്ഞതാണ്, മക്കാർ പറഞ്ഞതാണ്. അതിൻ്റെ ബാക്കി പകുതി അള്ളാഹു പറഞ്ഞതാണ്. അവരെന്താ പറഞ്ഞത്? ഈ ചങ്ങാതിൻ്റെ പുറകെ പോയി നമ്മളെ ദൈവങ്ങളുടെ മുമ്പിൽ നമ്മളവൻ വഴി തെറ്റിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നാണ്. അതിനുള്ള മറുപടി, ശിക്ഷ നേരിൽ കാണുന്ന സമയത്ത് അവർക്ക് അറിയുമാറാകും ആരാണ് ഏറ്റവും വഴിപഴിച്ചതെന്ന്.
അപ്പോഴും ഭീഷണി മാത്രമാണ്. അവിടെ വെച്ച് ചെല്ലുമ്പോൾ അറിയാം ആരാണ് പഴിച്ചതെന്ന്. അതുകൊണ്ട് വല്ല കാര്യമുണ്ട്. അവർക്ക് ഇത് സത്യമാണെങ്കിൽ അത് സത്യമാണെന്ന് ബോധ്യപ്പെടാവുന്ന തരത്തിലുള്ള മറുപടികളും ദൃഷ്ടാന്തങ്ങളും തെളിവുകളും അല്ലേ അവർക്ക് കൊടുക്കേണ്ടത്. ഇതൊന്നും കൊടുക്കാതെ പരിഹാസ്യമായ വാദങ്ങൾ ഉന്നയിച്ച് അവർ കൂടുതൽ അവരുടെ മുമ്പിൽ പരിഹാസ്യനാവുകയാണ് മുഹമ്മദ് ചെയ്തതെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, അത് മുഹമ്മദിൻ്റെ കുറ്റമാണ്. അങ്ങനെ ഒരാളെ ദൈവം ദൂതനായി പറഞ്ഞയച്ചെങ്കിൽ ദൈവത്തിന് തലക്ക് വേണ്ടത്ര വെളിവില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുക. വെളിവില്ലാത്ത ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ മനുഷ്യൻ്റെ വെളിവുകേടുകളാണ് എന്ന് കരുതുന്നതല്ലേ. തൻ്റെ ദൈവത്തെ തന്നിഷ്ടമാക്കി മാറ്റിയവനെ നീ കണ്ടുവോ? എന്നിരിക്കെ നീ അവൻ്റെ കാര്യത്തിന് ചുമതലപ്പെട്ടവനാകുമോ? അതല്ല അവരിൽ അധിക പേരും കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അവർ കന്നുകാലികളെപ്പോലെ മാത്രമാകുന്നു, അല്ല അവരാകുന്നു അതിൽ കൂടുതൽ വഴിപിഴച്ചവർ. ഇവിടെ കന്നുകാലികൾ, പട്ടികൾ, കുരങ്ങുകൾ എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് ചീത്ത പറയുന്നുണ്ട്. ഇവിടെ കന്നുകാലികളല്ല അതിനേക്കാളും മോശമായവർ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാണ്. അവരുടെ ദൈവങ്ങളെ അവർ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അവരുടെ വിശ്വാസവും അവരുടെ ദൈവങ്ങളെയും വിട്ടിട്ട് ഇയാൾ പറയുന്നത് ശരിയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാത്തത് അവരുടെ കുറ്റമാണോ? ബോധ്യപ്പെടുത്താൻ മുഹമ്മദിന് കഴിഞ്ഞില്ലെങ്കിൽ അത് മുഹമ്മദിൻ്റെ കുറ്റമാണ്. ഇതൊക്കെ ദൈവമാണ് പറഞ്ഞയച്ചതെങ്കിൽ ദൈവത്തിൻ്റെ കഴിവുകേടാണ്. പക്ഷേ അതിന് ദൈവം പറയുന്ന മറുപടി, ഞാൻ നിങ്ങളൊക്കെ മുഹമ്മദിന് എതിരായിട്ട് ശത്രുവായിട്ട് നിയോഗിച്ചതാണ്. എല്ലാ പ്രവാചകന്മാർക്കും എതിരെ ഞാൻ ശത്രുക്കളെ ഇതുപോലെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ഞാൻ നേരത്തെ നരകത്തേക്കുള്ള വർഗ്ഗമായി തീരുമാനിച്ചതാണ്. നിങ്ങളൊക്കെ ഞാൻ തന്നെയാണ് വഴി വഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇതിന് മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ചങ്ങാതി ഇതിന് മെനക്കെടണോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് പിന്നെ ഈ പ്രവാചകന്മാരെയൊക്കെ അയച്ചിട്ട് ദൈവം ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് വയ്യരം പറയുന്നത്? ദൈവം എല്ലാവരും പഴപ്പിച്ചിങ്ങോട്ട് വിട്ട് എന്നിട്ട് ആ ദൈവം പഴപ്പിച്ചവരൊക്കെ വേറെ ആരൊക്കെ കൊണ്ട് നന്നാക്കാൻ കഴിയില്ല, അവരെ മുമ്പിൽ ഇതൊന്നും കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല എന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ ദൈവം ആ പയ്യാരം പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ ചീത്ത പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഈ പുസ്തകം ഒരു പ്രാവശ്യം വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വായിക്കണം എന്നാണ് പറയാനുള്ളത്, ഓതിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഓതിയിട്ടാണ് നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ കഷ്ടം എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. ഞാനും കുറേ കാലം ഇത് പുണ്യം കിട്ടാൻ വേണ്ടി ഓതിയ ആളാണ്. പിന്നെ ഇതിൽ ആശയം അറിയാൻ വേണ്ടി ഇതൊന്ന് വായിച്ചപ്പോഴാണ് ഇത് ഇത്രമാത്രം അർത്ഥശൂന്യമായ, ഇത്രമാത്രം ബാലിശമായ, ഇത്രയും വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ഒരു വികലമായ സൃഷ്ടിയാണ് എന്ന് എനിക്ക് ബോധ്യമായത്. അവിടെ വെച്ചാണ് എൻ്റെ ഈമാൻ പറന്നു പോയത്. അങ്ങനെ എൻ്റെ ഈമാൻ പറന്നു പോയതിൻ്റെ ഉത്തരവാദിത്വം ഈ ഖുർആൻ അനുസരിച്ച് അള്ളാഹു അങ്ങനെ ഏറ്റെടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ അള്ളാഹു എന്നെ പിടിച്ച് നരകത്തിലിടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? നമ്മളൊക്കെ ഇങ്ങനെ മൂപ്പരെന്നെ സൃഷ്ടിച്ചു വിട്ടതാണെങ്കിൽ എന്തൊരു വിരോധാഭാസമാണ് ഈ പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയുടെ പരിണാമത്തിലൂടെ, ഇനി അതല്ല ദൈവം തന്നെ നമുക്ക് തന്നതാണ് എന്ന് കരുതിയാലും വേണ്ടില്ല, നമുക്ക് കിട്ടിയ ഈ മസ്തിഷ്കം എന്ന് പറയുന്ന അവയവം, ചിന്തിക്കാനായി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ശേഷി 100% നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഉപയോഗശൂന്യമാക്കി കളയുന്നു എന്നല്ലാതെ എന്താണ് അതിനർത്ഥമായിട്ടുള്ളത്? ഏതായാലും ഞാൻ ഈ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വാക്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.